നമ്മൾ പലപ്പോഴും പറയാറുള്ള പോലെ പഴയ ഒരു സിനിമ പാട്ടാണ്. സ്വർഗ്ഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ സങ്കല്പ ഗന്ധർവ ലോകത്തിലോ എന്നൊരു അതെ പാട്ടുണ്ട്. അതെ ശ്രീനിവാസനും മോഹൻലാലും അമേരിക്ക പോയിട്ട് ഇങ്ങനെ ആഘോഷിക്കുന്നത് പോലെ. നമ്മുടെ ജയിലിൽ ഇപ്പം നമ്മൾ ഇ.ഡി. ആക്രമിച്ച ആശാന്മാരെ പിടിച്ചുകൊണ്ട് ഈ ജയിലിൽ ഇപ്പോൾ ഇവർ ഇതേ ആഘോഷത്തിലാണെന്നാണ്. സുഖ ജീവിതമാണെന്നാണ് അവർക്ക് അവിടെ. പ്രതികൾ CPM-കാരാണോ? അവന്മാർക്ക് അവിടുത്തെ ജയിലർമാർ വന്ന് അവന്മാരെ കുളിപ്പിച്ചും പൊട്ട് ഒടിപ്പിച്ച് ഉറക്കും. പ്രത്യേക സെല്ലും ഉണ്ട് അത്രേ. ഇവർക്ക് അതെ വേണ്ടി ഒരു പ്രത്യേക സെല്ല് താമസിപ്പിച്ചേക്കാണ് എല്ലാ അവർക്ക് ഉണ്ട്. സൗകര്യങ്ങളും കൊടുത്ത്. അതായത് നമുക്കറിയാം കൊടിസുനിയും അർജുൻ ആകാശ് ആയെങ്കിൽ അർജുൻ ആയെങ്കിയും ഒക്കെ വിലസിക്കൊണ്ടിരിക്കുന്ന എവിടെയാണ്? ഈ പറയുന്ന TP വധക്കേസ് പ്രതികളെല്ലാം അർമാദിക്കല്ലേ. എന്തിനാ ഏറെ പറയുന്നു? അവർ പോകുന്ന വഴിക്ക് അവർക്ക് മദ്യം എത്തിച്ചു കൊടുക്കാൻ ആള്, അവരുടെ ഒപ്പം ഇരുന്ന് പോലീസുകാർക്കൊപ്പം ഇരുന്ന് മദ്യപിക്കുന്നു. ജയിലോട്ട് കാമുകാരെ എത്തിച്ചു കൊടുക്കാൻ ആള്, കാമുകാർക്ക് ജയിലിൽ വന്ന് അവരെ സല്ലപിക്കാനുള്ള അതെ ഏർപ്പാട്. അതുപോലെ കഞ്ചാവ്, കഞ്ചാവ് മയക്കുമരുന്ന് വേണമെങ്കിൽ അത്, മൊബൈൽ ഫോൺ എല്ലാം. എന്നാൽ അത് പറഞ്ഞാൽ അവരൊരു പുറത്തെങ്ങനെയാണോ കഴിയുന്നത് അതിനേക്കാൾ ആഡംബരത്തിലാണ് ഇവർ ജയിലിൽ കഴിയുന്നത്. അപ്പം അതേ ആവശ്യം ഒന്ന് ആലോചിച്ചോണം. ഇപ്പം UDF സർക്കാർ അധികാരത്തിൽ വന്ന് ഒരു മാസത്തോളം ആകും അല്ലേ? അതെ, ഒരു മാസത്തോളം ആകുന്നു. ആയിട്ടില്ലെങ്കിൽ ഒരു മാസം എത്തി. ഫലത്തിൽ ഒരു മാസം ആകുന്നു. ഈ തെരഞ്ഞെടുപ്പ് പല പ്രഖ്യാപനം മെയ് 4 വന്നു. ഇന്നിപ്പം ജൂൺ 10 അപ്പോൾ ഒരു മാസം കഴിഞ്ഞു. അധികാരത്തിൽ വന്നിട്ട് ഇത്ര ദിവസമായുള്ളെങ്കിൽ പോലും ഫലത്തിൽ ഇവർ അധികാരത്തിൽ വന്നിട്ട് ഒരു മാസം ഭരണമാറ്റം ഉണ്ടായിട്ട് ഇത്രയും ആകുന്നു. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ചോളൂ, സകല മേഖലകളിലും ഇപ്പോഴും CPM-ൻ്റെതായിട്ടുള്ള ആൾക്കാർ വിലസുക. കോടതികളിൽ CPM പ്രോസിക്യൂട്ടർമാർ, അതെ, CPM പോലീസുകാർ, അതുപോലെ ജയിലിലിരിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരും CPM നിയോഗിച്ച ആളുകൾ. അപ്പോൾ സ്വാഭാവികമായും ഈ ഇ.ഡി. ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ച പ്രതികൾക്ക് ജയിൽ സുഖവാസം തന്നെയാണ്. അവർ ഹാപ്പിയായി ജീവിക്കുന്നതാണ് അവിടെ. അവർക്ക് പുറത്തിറങ്ങി നടക്കാം. അവർക്ക് എനിക്ക് തോന്നുന്നു പുറത്തുനിന്ന് വല്ല ഭക്ഷണം എത്തിക്കുന്നുണ്ടായിരിക്കും, വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുമായിരിക്കും അവർക്ക്. ED കേസിൽ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ പോയപ്പോൾ നമ്മളൊക്കെ വെളിയിൽ നിന്നാണ് ഇവൻ ജന്മത്തിറങ്ങുകയല്ല, ഇവൻ്റെയൊക്കെ ഇടപാട് തീർന്നു. പക്ഷേ ഇവർക്ക് അവിടെ നല്ല സുഖവാസമാണ്. അവർക്കെല്ലാം കൂടി ഒരു സ്ഥലത്താണ് ഒരു വിശ്രമമായി. കാരണം കുറച്ച് ദിവസത്തെ ഈ ഗുണ്ടാപ്പണിയും അക്രമങ്ങളൊക്കെ നടത്തിയിട്ട് ഒരു വിശ്രമം, എണ്ണ വെച്ച് കുളിയും അങ്ങനെയൊക്കെ അവരവിടെ സുഖമായിട്ടിരിക്കുകയായിരിക്കും അവരോട്. അതുപോലെ ഈ അതിക്രമ കേസ്, വധശ്രമ കേസിലൊക്കെ പ്രതികളായി കിടക്കുന്നവർക്ക് ആഴ്ചയിൽ 2 ദിവസം മാത്രമാണ് സന്ദർശകരെ അനുവദിച്ചിട്ടുള്ളത്. ഇവിടെ ഇവരുടെ എല്ലാ സന്ദർശകരും, ഇവരുടെ ബന്ധുക്കളെല്ലാം എല്ലാ ദിവസവും രാവിലെ തൊട്ട് വൈകുന്നേരം പാർട്ടിക്കാരും വരുന്നുണ്ടെന്ന്, എല്ലാ ദിവസം വരുന്നുണ്ടെന്ന്. അവർ വെളിയിറങ്ങി സംസാരിക്കുന്നു, അവർ ഹാപ്പിയായി ജീവിക്കുന്നു. ഇപ്പം നമുക്കറിയാം, നമ്മളൊരു ദിവസം ഇതുപോലെ ഞങ്ങളെ ഒരു കൂട്ടുകാരൻ ഇതുപോലൊരു കേസിനകത്ത് വിട്ട് ജയിലിൽ കിടക്കുക. അപ്പോൾ ഇദ്ദേഹത്തെ ഒന്ന് കാണാം, സർക്കാർ ഉദ്യോഗസ്ഥൻ. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞ് ഞങ്ങളിത് ഫോമെല്ലാം പൂരിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞപ്പം അവിടെ നിന്ന് പറഞ്ഞു, അയാളുടെ ആൾക്കാരെ കാണാനുള്ള ക്വാട്ട തീർന്നിരിക്കുകയാണ്, നിങ്ങൾ 2 പേർക്ക് കയറാം. അപ്പോൾ ഇയാളുടെ ഭാര്യയും വന്ന് നിൽക്കും. അപ്പോൾ ഞങ്ങളും വന്ന് നിൽക്കുന്നു, ഇയാളുടെ ഭാര്യയും. അപ്പോൾ ഞങ്ങളോട് പറയുന്നു, ഭാര്യ ഞങ്ങളോട് പറയുന്നു, ഒരു പണി നിങ്ങളങ്ങ് കയറിക്കും, ഞാൻ എല്ലാ ദിവസവും വന്ന് കാണുന്നതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കയറി. അപ്പോൾ കയറിയപ്പോൾ ഇവിടുത്തെ സെറ്റപ്പ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഈ പറഞ്ഞ നമ്മൾ 2 പേരെ ഇതേ ഇല്ല. മാത്രമല്ല ഇത് രേഖകളിൽ വരുന്നില്ല. അവിടെയാണ് നമ്മൾ പറയേണ്ടത്. സന്ദർശന വിസിറ്റേഴ്സ് രജിസ്റ്റർ ഉണ്ട്. കയറി വരുന്ന ആൾക്കാരുടെ, നമ്മൾ ഒരു ജയിലിൽ പോയാൽ നമ്മുടെ ഐഡന്റിറ്റി കാർഡിന്റെ കോപ്പി സഹിതം ഫോം സഹിതം പൂരിപ്പിച്ച് ഒപ്പിട്ട് ഇതിലെല്ലാം സീലടിച്ചാണ് അവിടെ കൊടുത്തത്. ഞാൻ ഒരു ദിവസം ജയിലിൽ പോയിട്ടുള്ള അന്ന് ഫിറോസിനെയും മംഗളത്തിന്റെ ആ വിഷയം വന്നപ്പോൾ ആയിത്തേട്ടനെയൊക്കെ ജയിലിൽ കിടന്ന സമയത്ത് ഞങ്ങൾ അവരെ കാണാൻ പോയിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അങ്ങനെയാണ് അവിടെ ചെല്ലേണ്ടത്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു വിഷയമില്ല. ഇവിടെ ഡെയിലി ആൾക്കാർ ഒഴുക്കാർ ജയിലിലേക്ക്, വൻതോതിലാണ് ആൾ വരുന്നത്. അപ്പോൾ അതിനകത്ത് എന്നിട്ട് എന്ത് പറയുന്നു, ഈ ജയിൽ രേഖകളിൽ ഈ വരവിന്റെ ഒരു രേഖയുമില്ല. ഇവിടെ വേണ്ടപ്പെട്ട ഒരു ജയിൽ ഉദ്യോഗസ്ഥനുണ്ട്, ഇവന്മാർക്ക് വേണ്ടപ്പെട്ട അയാളാണ് ഈ വഴി വിട്ടുള്ള. എല്ലാ ജയിലിലും എല്ലാ പാർട്ടിക്കാരാണല്ലോ ഉള്ളത്. ഇവർക്ക് കൊണ്ട് ഇവരെ സുഖസൗകര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ് അയാളുടെ പ്രധാനപ്പെട്ട കടമ. അവരുടെ ബന്ധുക്കളെല്ലാം എല്ലാ ദിവസവും വരുന്നു, മണിക്കൂറുകളോടെ അവിടെ ചെലവഴിക്കുന്നു, പോകുന്നു, യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എവിടൊക്കെ CPM-ന് തിരിച്ചടി കിട്ടുമോ അവിടെ ഒക്കെ തന്നെ അവരുടെ ആൾക്കാരെ ഇരുത്തിയേക്കുക. ഇനി മാറ്റിയിട്ടില്ല എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ സർക്കാർ ചുമതലയേറ്റിട്ട് ആവശ്യത്തിന് പേഴ്സണൽ സ്റ്റാഫിനെ നിയോഗിക്കും, അങ്ങനെ ഒന്നും ചെയ്യില്ലെന്നോ. കുറേ പേരൊക്കെ അവിടെ പേഴ്സണൽ സ്റ്റാഫിനൊക്കെ വന്നു എന്നുള്ളതല്ലാതെ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ഓഫീസ് പല മന്ത്രിമാരുടെ അവിടെ ഇല്ല, സെക്രട്ടേറിയറ്റിൽ ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. അതൊക്കെ ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമായി. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എത്രയോ തവണ കേരളം ഭരിച്ചിട്ടുള്ളവരാണ്. അവർക്ക് ഇതൊക്കെ അറിയാവുന്നുള്ളത് തന്നെയാണല്ലോ. മാധ്യമം ഭരിക്കാൻ കാര്യമൊന്നും അല്ലല്ലോ. അവർ കൃത്യമായിട്ട് അത് കണ്ടെത്തി, എവിടേക്കാണ് ഫാൾട്ട് എന്ന് കണ്ടെത്തി അതിന് പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങൾ അവർ നോക്കണമായിരുന്നു. ഇന്നലെ നമ്മുടെ ആലപ്പുഴ MLA AD തോമസ്, അദ്ദേഹം വളരെ വികാരഭരിതനായിട്ട് മാധ്യമങ്ങളോട് പറയുന്നത് കണ്ടില്ലേ. എന്ത് ചെയ്യാനാണ്,
എനിക്ക് ജുഡീഷ്യറിയെ വിമർശിക്കാൻ നമുക്ക് അധികാരമില്ലാത്തതുകൊണ്ട് അതിന് ഞാൻ തുനിയുന്നില്ല. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്. അതിലൊക്കെ ഉപരിയായിട്ട് അദ്ദേഹത്തിന് തന്നെ പറയേണ്ടി വന്നു ഈ ഇവിടെ ഇരിക്കുന്നതെല്ലാം പ്രോസിക്യൂട്ടർമാരെല്ലാം ഇടതുപക്ഷത്തിൻ്റെതാണ്. അപ്പം പിന്നെ അതിൻ്റെ കൂടെ ഒന്നുകൂടെ അദ്ദേഹം പറയുന്നുണ്ട്, ഇനി അഥവാ ഞങ്ങൾ ഈ പ്രോസിക്യൂട്ടറെ മാറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് പ്രോസിക്യൂട്ടറെ മാറ്റി ഈ കേസിൽ അവരെ ശിക്ഷിക്കാനുള്ള രീതിയിലേക്ക് പോയി എന്ന് പറയുമെന്നാണ് അയാൾ പറഞ്ഞത്. അല്ല, പക്ഷേ എല്ലാവരും ഭരിക്കാൻ വരുമ്പോൾ പ്രോസിക്യൂട്ടർമാരെ മാറ്റാറുണ്ട്. അത് ഉറപ്പാണല്ലോ. അത് അതല്ലാതെ അവരെ മെറിറ്റ് നോക്കി മാത്രമല്ല നിയോഗിക്കുന്നത്, അവരെ രാഷ്ട്രീയം നോക്കി തന്നെയാണ് നിയോഗിക്കാറുള്ളത്. അല്ലെങ്കിൽ ഇതിന് വിലക്കെങ്ങാനും കൊണ്ടുവരണം രാജ്യത്ത്. ഈ രാഷ്ട്രീയം നോക്കി പ്രോസിക്യൂട്ടറെ വയ്ക്കാൻ പാടില്ല, അതല്ല നിഷ്പക്ഷരായ വക്കീലന്മാരെ കൊണ്ടുവരണം. അത് നടപ്പുള്ള കാര്യമല്ല നമ്മുടെ നാട്ടിൽ. ആര് ഭരിക്കാൻ വന്നാലും അവരവരാളിനെ തന്നെ ആയിരിക്കും പ്രോസിക്യൂട്ടർ വയ്ക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഹൈക്കോടതിയിലെല്ലാം ആയെന്ന് തോന്നുന്നു, സ്പെഷ്യൽ പ്രിഡർമാരും സീനിയർ പ്രിഡറും എല്ലാം അവർ നിയോഗിച്ചു എന്ന് തോന്നുന്നു. പക്ഷേ അത് ജില്ലകളിലും കൂടെ അടിഞ്ഞിട്ട് ചെയ്യണ്ടേ? അല്ല, വേറൊരു വാർത്ത ഇന്ന് ഞാൻ കണ്ടത് ശ്രദ്ധേയമായ ഒരു വാർത്തയാണ്. PSC നിയമനങ്ങൾ പുനഃപരിശോധിക്കാൻ പോകും. PSCയുടെ കാലത്ത്, LDF സർക്കാരിൻ്റെ കാലത്ത് PSC നടത്തിയ നിയമനങ്ങൾ, അതായത് ഇവർ ടെസ്റ്റും എല്ലാം പാസ്സാക്കി ഇവരുടെ ആൾക്കാരെ തിരികിയിട്ട് ഇൻ്റർവ്യൂവിൽ ഇവർ അട്ടിമറി നടത്തും. മനസ്സിലായില്ലേ? അതായത് ഇപ്പോൾ ഗവൺമെൻറ് പിന്നെ കോളേജ് പ്രിൻസിപ്പൽമാരെ നിയമനം സംബന്ധിച്ചൊരു കേസ് നടക്കുന്നു. ഇവരിറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഒരുപാട് അയോഗ്യരായിട്ടുള്ള ആൾക്കാരെ അങ്ങ് നിയമിച്ച എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂവിന് ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിൽ ഇൻ്റർവ്യൂ നടത്തുന്നില്ല. എന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നു, ഇവർ തന്നെ ഒരാളെ വിളിച്ച് ചോദ്യങ്ങൾ ചോദിച്ച് അവർക്ക് ഇൻ്റർവ്യൂവിൽ മാക്സിമം മാർക്ക് അങ്ങ് കൊടുക്കുക. അല്ല, അതങ്ങനെയാണ് പണ്ടും PSC ഉണ്ടാകുന്നൊരു വിഷയം അതാണ്. പക്ഷേ പിന്നീട് വലിയ ഉന്നതമായ ജോലിയൊക്കെ പലതിനും PSC മെമ്പർമാരുടെ കൈവശം അവർ കൊടുക്കേണ്ട മാർക്കിൻ്റെ അളവ് കുറച്ചു, അതിൻ്റെ മാർക്ക് കുറച്ചിരുന്നു. മുമ്പ് 50-50 എങ്ങാണ്ടായിരുന്നു തോന്നുന്നു, അത് കൃത്യമായ കണക്കെനിക്കറിയില്ല. പക്ഷേ PSC മെമ്പർമാർ ഇടേണ്ട മാർക്കിൻ്റെ അളവ് കുറച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പക്ഷേ ഇവിടെ ഇവരെല്ലാത്തിനും പോംവഴി കണ്ടുവച്ചിട്ടുണ്ടായിരിക്കും. ഇവർക്ക് കൃത്യമായിട്ട് ജീവനക്കാരെല്ലാം ഇവരാളായതുകൊണ്ട് ഇവരെല്ലാത്തിനും പോംവഴിയാണ്. ഇപ്പം ഞാൻ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ, ഒരു IAS ഉദ്യോഗസ്ഥയാണ് ഒരു പരീക്ഷയുടെ ഇൻ്റർവ്യൂവിന് മാർക്കിടെ. അപ്പോൾ ഇവരൊരു ലിസ്റ്റ് അവർക്ക് കൊടുത്തു, ഈ IAS ഉദ്യോഗസ്ഥർ. എന്നിട്ട് ഇവർക്കെല്ലാം മാർക്ക് കൂട്ടിയിട്ട് കൊടുക്കണം ഇൻ്റർവ്യൂ. അവർ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. അവർ കൃത്യമായിട്ടുള്ള മാർക്ക് കിട്ടും, അവരെ മാറ്റി, ആ ഇൻ്റർവ്യൂ ബോർഡിൽ നിന്ന് അവരെ മാറ്റി. അതുപോലെ എല്ലാ മേഖലകളിലും ഇപ്പം നമുക്കറിയാം, പോലീസിലാണെങ്കിലും അതുപോലെ തന്നെ സർക്കാർ സർവീസുകളിലെ താക്കോൽ സ്ഥാനങ്ങളിലെല്ലാം കട്ട CPMകാരാണ് വന്നത്. ഇവരെത്ര എണ്ണം പരീക്ഷ നേരെയോ എഴുതി പാസ്സായിട്ടുണ്ടെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കണം. അത് പലപ്പോഴും ഒരിക്കലും ഒരാളൊരു വളരെ നമ്മുടെ നാട്ടിലെ വല്ല PRDയിലോ ഉന്നതനായ ഒരാൾ ഒരിക്കൽ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കഥയുണ്ട്. ഈ പണ്ട് 70-കളിലോ 80-കളിലോ ആദ്യമാണ്, ഇടത് വർഷം ഭരിക്കുമ്പോൾ തന്നെ ഒരു കേരളത്തിലെ സർവകലാശാലയിലെ PRO നിയമനത്തിന് ഇദ്ദേഹം ഇൻ്റർവ്യൂ ബോർഡ് അംഗമായിരുന്നു. അപ്പോൾ അതിൽ വന്നതിൽ ഭയങ്കര മിടുക്കനായ ഒരാളുണ്ടായിരുന്നു. അയാൾ ബോംബെയിലൊക്കെ അതോ പിന്നെ വലിയ യൂണിവേഴ്സിറ്റി പഠിച്ച് വലിയ കമ്പനിയിൽ പദവി ഇരിക്കണം. അപ്പോൾ ഇവർ ഇൻ്റർവ്യൂ ബോർഡ് ചോദിച്ചു, നിങ്ങൾ ഇത്രയും വലിയ പദവി നിങ്ങൾ ഈ കേരളത്തിലെ ചെറിയ ജോലിക്ക് വന്നത് എന്തിനാണെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഏകമാണ്, അച്ഛൻ മരിച്ചു, അമ്മ അങ്ങോട്ട് വരില്ല, അമ്മ മാത്രമേ ഉള്ളൂ, എനിക്ക് എൻ്റെ അമ്മയുടെ കൂടെ നിൽക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. എല്ലാവരും വലിയ ഹാപ്പിയൊക്കെ ആയിരുന്നു. പക്ഷേ അവസാനം മുകളിൽ നിന്ന് നിർദ്ദേശം വന്നു, വേറെ ഒരു പത്രാഭ്യസ്തി ജീവിതത്തിൽ കയറിയിട്ടില്ലാത്തവരെ തന്നെ ഈ ജോലി എടുക്കാൻ വേണ്ടി ഉന്നതങ്ങളിൽ നിന്ന് സമ്മർദ്ദം വന്നു. പക്ഷേ കൊടുത്തില്ല എന്ന് വെച്ചാൽ ഇവർ ഈ ഇൻ്റർവ്യൂ ബോർഡിലുണ്ടായിരുന്ന ഈ പറഞ്ഞ ആൾ വേറെ ഒരാൾ ഇൻറ്റഗ്രിറ്റി ഉള്ളവരുണ്ടായിരുന്നു, അവർ സാധ്യമല്ല എന്ന് പറഞ്ഞു. അവരവരെ നിലപാടിൽ ഉറച്ചു നിന്ന് അവസാനം നിയമനമേ നടന്നില്ല എന്നാണ്. അത് 10-40 വർഷം മുമ്പാണ്. അന്ന് പോലും CPM ഭരിക്കുമ്പം ഇതേ പരിപാടികൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഇത് PSCയുടെ നിയമനം പുനഃപരിശോധിക്കുകയാണെങ്കിൽ വളരെ രസകരമായിരിക്കും. അപ്പോൾ ഇത് ഈ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ജയിലുകളിൽ അവർക്ക് സുഖവാസം. എന്തുകൊണ്ട് ക്രിമിനലുകൾ പെരുകുന്നു എന്ന് ചോദിച്ചാൽ, ഞങ്ങൾ കുറ്റം ചെയ്ത അമ്മായിയമ്മയുടെ വീട്ടിൽ പോകുന്ന പോലെയാണ് ജയിലിലോട്ട് പോയിട്ട് വരുന്നത്. വിഭവസമർത്ഥമായ ഭക്ഷണം എല്ലാം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ജയില് അതുപോലെ തന്നെ തന്ത്രപ്രധാനമായ വകുപ്പുകളിലെല്ലാം തന്നെ ഈ അന്തം കമ്മികളെ നിറച്ചിരിക്കുകയാണ്. ഇവരെ എല്ലാം മാറ്റിയതിന് ശേഷം മാത്രമേ ഈ സമൂഹത്തിൽ നീതി പുലരുകയുള്ളൂ, ഇവിടുത്തെ ജനങ്ങൾക്ക് നീതി ലഭിക്കുകയുള്ളൂ.